ഗുഡ് ഈവനിങ്. ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെഷർമെന്റ്, പ്രഷർ മെഷർമെന്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രഷർ യൂണിറ്റ്സ് റെപ്രസെന്റ് ദ ലീസ്റ്റ് പ്രഷർ? അതായത് ഈ തന്നിരിക്കുന്നതെല്ലാം പ്രഷറിന്റെ യൂണിറ്റുകളാണ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് പ്രഷർ ഏതാണെന്ന്, ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ? മില്ലി ബാർ ആണ് ആൻസർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇവിടെ മില്ലി ബാർ ആണ് ഏറ്റവും ലീസ്റ്റ് മെഷർമെന്റ് വരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ SI യൂണിറ്റ്. അപ്പോൾ ഒരു ബാർ പ്രഷറിന്റെ യൂണിറ്റ് എന്തൊക്കെയായിരുന്നു? ബാർ, ATM, അതുപോലെ പിന്നെ പാസ്കൽ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, പിന്നെ ടോർ, PSI, ഇതൊക്കെ എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഇതിൽ ഒരു ബാർ എന്ന് വെച്ചായിരുന്നു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഒരു മില്ലി ബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10⁵ × 10⁻³ അതായത് 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഒരു മില്ലി ബാർ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് mm of Hg ആണ്. mm of Hg 1 mm of Hg എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 760 mm of Hg ആണെന്ത്, 1 mm of Hg ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 1 mm of Hg നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ρgh ആണ്. ρgh എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ഇവിടെ H തന്നിട്ടുണ്ട് 1 mm of Hg. ഓക്കെ, Hgയുടെ അതായത് മെർക്കറിയുടെ ഡെൻസിറ്റി നമുക്കറിയാം 13600 ആണ് മെർക്കറിയുടെ എന്ത് ഡെൻസിറ്റി. അപ്പോൾ ρ × g × H എത്രയാണ്? 10⁻³ മീറ്റർ ഓഫ് Hg. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ എത്ര കിട്ടും? 133.41 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അത് അപ്പോൾ എന്തായാലും മില്ലി ബാർ അതിനേക്കാൾ ചെറുതാണ്. പിന്നെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 1 ന്യൂട്ടൺ പെർ mm² ആണ്. 1 ന്യൂട്ടൺ പെർ mm² ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതും മില്ലി ബാറിനേക്കാൾ കൂടുതലാണ്. ഇനി അടുത്തത് കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന പ്രഷറിന്റെ യൂണിറ്റ് നമുക്കറിയാം 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.81 ന്യൂട്ടൺ മീറ്റർ ആണ്. 9.81 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് വെച്ചാൽ 9.81 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9.81 ഡിവൈഡഡ് ബൈ 10⁻⁻⁴ എന്ന് വരും. അപ്പൊ 9.81 × 10⁻⁴ എന്ന് എഴുതാം നമുക്ക്. അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇതിൽ തന്നതിൽ ഏറ്റവും ചെറിയത് യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാർ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ മില്ലി ബാർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ മെഷർമെന്റിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് കൂടുതൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ measurements of small pressure differences, a mixture having specific gravity 1.1 is used.
ദ മാഗ്നിഫിക്കേഷൻ സോ ഒബ്റ്റൈൻഡ് ഇൻ ഡിഫറൻഷ്യൽ ഹെഡ് ഷാൽ ബി. അതായത് നമ്മൾ ഒരു സ്മോൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ഉള്ള ഒരു മാനോമെട്രിക് ലിക്വിഡ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മിക്സ്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോസ് നമ്മളൊരു വാല്യൂസ് അസ്യൂം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യാം. നമുക്കൊരു വാട്ടർ കോളം ഉണ്ട്, അതിന്റെ അവിടെ ആ വാട്ടർ കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രഷർ ഹെഡ് 5 മീറ്റർ ആണ്. വാട്ടർ കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രഷർ ഹെഡ് 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എത്രയായിരിക്കും? പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ P/ρg ആണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് P/ρg ആണ് പ്രഷർ ഹെഡ്. അപ്പൊ പ്രഷർ ρgh ആണെന്ന് നമുക്കറിയാം, ρgh. അപ്പോൾ 5 മീറ്റർ ഉള്ള വാട്ടർ കോളം ആണെങ്കിൽ അവിടെയുള്ള സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടറിന്റെ ഡെൻസിറ്റി റോ 1000 ഇൻറ്റു G 9.81 ഇൻറ്റു H 5 മീറ്റർ. അപ്പോൾ അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് 49050 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അസ്യൂം ചെയ്തു 5 മീറ്റർ പ്രഷർ ഹെഡ് ഉള്ള വാട്ടർ കോളം ആണെങ്കിൽ അവിടെ സ്റ്റാറ്റിക് പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? 49050. ഇനി നമ്മൾ ഈ വാട്ടർ കോളത്തിന് പകരം ഈ പർട്ടിക്കുലർ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. പർട്ടിക്കുലർ മാനോമെട്രിക് ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രഷർ ഹെഡിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമ്മുടെ സ്റ്റാറ്റിക് പ്രഷർ എത്രയാണ്? 49050. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഓഫ് മാനോമെട്രിക് യൂണിറ്റ് ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ഓഫ് കോളം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.1 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ആണെന്ത്? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി. അപ്പോൾ 1.1 ഇൻറ്റു 1000 ഇൻറ്റു 9.1 ഇൻറ്റു എച്ച്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് ഉപയോഗിച്ചാലുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ള എന്ത് കിട്ടും? പ്രഷർ ഹെഡിന്റെ ടേംസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രഷർ ഹെഡ് എത്ര കിട്ടും? 4.54 മീറ്റർ ആണ്. 4.54 മീറ്റർ ആണ്. അതായത് 5 മീറ്ററിന് പകരം ഈ 1.1 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ലിക്വിഡ് ആണെങ്കിൽ 4.54 മീറ്റർ ഓഫ് ലിക്വിഡ് കോളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യൽ ഹൈറ്റ് 5 മീറ്റർ ആണ്. അപ്പോ ഇപ്പോ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി 1.1 ഉള്ള ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് 4.54 ആണ്. അപ്പൊ അവിടെ വരുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 5ന്റെ 0.1 ടൈംസ് ആണ്. 5ന്റെ 0.1 ടൈംസ് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 5. അപ്പൊ 0.5 മീറ്റർ എന്ന് കിട്ടും. 0.1 ഇൻറ്റു 5 0.5 മീറ്റർ എന്ന് കിട്ടും. അവിടെ എത്രയാണ് മാഗ്നിഫിക്കേഷൻ വന്നിരിക്കുന്നത്? ആദ്യത്തെ എത്രയായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി 1 ഉള്ളത് എടുത്തു, പിന്നെ ഉള്ളത് 1.1 ഉള്ളത് എടുത്തു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 0.1 ടൈംസ് ആണെന്ന് കിട്ടും. കാരണം എന്താണ്? ഇവിടെ വാട്ടർ കോളം വെച്ചിട്ട് 5 മീറ്റർ കിട്ടിയെങ്കിൽ ലിക്വിഡ് കോളം വെച്ചിട്ട് 4.5 മീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ ഒരു 0.5 മീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വന്നു. അപ്പൊ അവിടെ വരുന്ന മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 0.1 ടൈംസ് ആണ്. ഇനീഷ്യൽ ഹൈറ്റിന്റെ 0.1 ടൈംസ് ആണ് അവിടെ മാഗ്നിഫിക്കേഷൻ ആയി വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. In differential manometer, the use of mercury is advantageous when the pressure difference is. എന്തായിരിക്കും? നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കണമെങ്കിൽ പ്രഷർ ഡിഫറൻസ് എങ്ങനെയായിരിക്കണം? ഓപ്ഷൻ ലാർജ്, സ്മോൾ, ഐദർ ലാർജ് ഓർ സ്മോൾ, നൺ ഓഫ് ദിസ്. ലാർജ് ആയിരിക്കണം. കാരണം എന്താണ്? അതെ, മെർക്കുറിയുടെ ഡെൻസിറ്റി കൂടുതലാണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മാനോമീറ്ററിൽ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഹൈറ്റ് ഡിഫറൻസ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? പ്രഷർ ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കണം. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്തായിരിക്കും?
മെർക്കുറിയുടെ വിസ്കോസിറ്റിയും കൂടുതലാണ്, ഡെൻസിറ്റിയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു കറസ്പോണ്ടിങ് പ്രഷർ ഡിഫറൻസ് കാണിക്കണമെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കണം? മാനോമെട്രിക്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഗേജ് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു, പ്രഷറിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗേജ് പ്രഷർ, ആബ്സല്യൂട്ട് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു പോയിന്റിലുള്ള ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആബ്സല്യൂട്ട് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ? മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അല്ലെ. നമുക്കറിയാം എന്തായിരുന്നു ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് സീറോ റഫറൻസ് പോയിന്റ് ആയിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ആബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോളിക്കുലർ മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ആബ്സല്യൂട്ട് സീറോ പോയിന്റ്. അവിടെ ആ ഒരു ആബ്സല്യൂട്ട് സീറോ റഫറൻസ് പോയിന്റ് ആയിട്ട് അവിടുന്ന് മുകളിലേക്ക് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ഈ ലൈനാണ് എന്ത്? ആബ്സല്യൂട്ട് സീറോ പ്രഷർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന എല്ലാ പ്രഷറിനെയും നമുക്ക് എന്ത് പറയാം? ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയാം. ഇനി ഇതിനിടയിൽ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ, അറ്റ്മോസ്ഫിയറിക് എയർ കാരണം ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ഗേജ് പ്രഷർ, അതായത് ഒരു ഗേജ് വെച്ച് ഒരു പ്രഷർ മെഷർ ചെയ്യുമ്പോൾ അതിലെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഒരു ഗേജ് വെച്ച് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ കാണിക്കുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നാണ് ഗേജ് പ്രഷറിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയർ പ്ലസ് എന്തായിരിക്കും? ഗേജ് പ്രഷർ ആയിരിക്കും. പ്രഷർ അറ്റ്മോസ്ഫിയർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു ഗേജ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇനി ഈ ഗേജ് പ്രഷർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? പ്രഷർ ഇവിടെ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് മൈനസ് ഗേജ് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഫലത്തിൽ എന്ത് വരും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴോട്ടേക്കായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ വാക്വം പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ ആണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഇനി പോസിറ്റീവ് ഗേജ് പ്രഷർ ആണെങ്കിൽ ആബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പോ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഈ ഒരു ടേം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ വാക്വം പ്രഷറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ഗേജ് പ്രഷർ എന്ത് വരും? ഗേജ് പ്രഷർ നെഗറ്റീവ് ആയിട്ട് വരും. അപ്പോ ഗേജ് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ക്ലിയർ ആണ്? അടുത്ത the difference in pressure head measured by a mercury water differential manometer for 20 cm difference of mercury head will be. നമുക്കിപ്പോ നമ്മളൊരു മെർക്കുറി വാട്ടർ ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ മെഷർ ചെയ്യാം. അപ്പോ ഇവിടെ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഈ മാനോമെട്രിക് ലിക്വിഡില് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ ഈ മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്.
മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ 2 പോയിന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലോയിങ് ലിക്വിഡ് ഏതാണ്? ഫ്ലോയിങ് ലിക്വിഡ് വാട്ടർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ ഈ പ്രഷർ ഡിഫറൻസ് എച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ. P ρgh എന്ന് പറയുന്നത് ഓക്കെ പ്രഷർ തന്നു. പക്ഷെ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. നമ്മളിത് 2 പോയിന്റുകൾക്കിടയിൽ കണക്ട് എന്താ 2 പോയിന്റുകൾക്കിടയിൽ കേൾക്കാം. ഓക്കെ 2 പോയിന്റുകൾക്കിടയിൽ കണക്ട് ചെയ്തു. അപ്പോ ഈ ഒരു പോയിന്റ് അപ്സ്ട്രീം പോയിന്റ് എ എന്നെടുത്തു, ഡൗൺ സ്ട്രീം പോയിന്റ് ഞാൻ ബി എന്നെടുത്തു. ഒരു പൈപ്പാണെന്ന് വിചാരിച്ചത്. അപ്പോ ഇവിടെ മാനോമെട്രിക് ലിക്വിഡ് എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറിയിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എക്സ് ആണെന്ന് കിട്ടി. ഹൈറ്റ് ഡിഫറൻസ് എക്സ് ആണ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ. ഇനി നമ്മളോട് കണ്ടുപിടിച്ച എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രഷർ ഹെഡ് ആണ് നമുക്ക് കിട്ടേണ്ടത്. പ്രഷർ ഹെഡ് എച്ച് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ചേഞ്ച് ഇൻ പ്രഷർ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇതിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ലെഫ്റ്റ് സൈഡ് ലിമ്പിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ പ്രഷർ അറ്റ് എ പ്ലസ് ഇവിടെ വാട്ടറിന്റെ ഈ ടോട്ടൽ ഇത് എച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പം റോ ഡബ്ല്യു ഇൻറ്റു വാട്ടർ ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി പ്ലസ് റോ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു എക്സ് പ്ലസ് റോ വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എഴുതും. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി പി എ മൈനസ് പി ബി ബൈ റോജിയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. പി എ മൈനസ് പി ബി ബൈ റോജി, അതായത് ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അതിനൊരു ഫോർമുല ഉണ്ട്. ഈ പി എ മൈനസ് പി ബി ബൈ റോജി ആണ് നമ്മൾ എച്ച് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഈസിക്കൽ ടു എച്ച് ഈസിക്കൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുലയാണ്. മാനോമെട്രിക് ലിക്വിഡ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് മൈനസ് 1. എങ്ങനെയാകുമ്പോ മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലോയിങ് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ഈ ഇക്വേഷൻ. ഇനി മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഫ്ലോയിങ് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാൾ കുറവാണെങ്കിൽ ആകെ ഡിഫറൻസ് വരുന്നത് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് എസ് ഒ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മെർക്കുറിയാണ് മാനോമെട്രിക് ലിക്വിഡ്. അവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 13.6 ആണ്. വാട്ടർ ആണ് ഫ്ലോയിങ് ലിക്വിഡ്. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ ഹെഡ് അതായത് എച്ച് ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതില് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് മൈനസ് 1. ഇവിടെ എക്സ് എത്രയാണ്? 20 സെന്റിമീറ്റർ, അതായത് 0.2 മീറ്റർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ലിക്വിഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്. മൈനസ് 1. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ആൻസർ 2.52 മീറ്റർ എന്ന് കിട്ടും. അവിടെ ആ 2 പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ഹെഡിന്റെ ടേംസിൽ എത്രയാണ്? 2.52 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ കേസിൽ എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എം മൈനസ് എസ് എഫ് മൈനസ് 1. അതായത്
ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ആൻസർ 2.52 മീറ്റർ എന്നുള്ളത്. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് 2.52 മീറ്റർ. Next, Pascal's law states that pressure at any point in a fluid at rest has. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ എല്ലാ പോയിന്റിലേക്കും എല്ലാ ഡയറക്ഷനിലേക്കും സെയിം മാഗ്നിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ സൈഡിലേക്കും അങ്ങനെ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ഇൻ ഓൾ ഡയറക്ഷൻ. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, പ്രഷർ ഓഫ് ലിക്വിഡ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീസോമീറ്റർ ട്യൂബ് ഈസ്. ഏത് പ്രഷർ? ഗേജ് പ്രഷർ. അതെ, പീസോമീറ്റർ എന്താണ്, പ്രഷർ മെഷർമെന്റ് ഗേജ് ആണ്. അത് മെഷർ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആയിരിക്കും. ഇതാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. എന്തായിരിക്കും പീസോമീറ്റർ എന്ന് പറയുന്നത്? നമ്മൾ മെഷർ ചെയ്യേണ്ട പൈപ്പിലൂടെ ഒരു ടാപ്പിംഗ് എടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂബാണ് പീസോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രഷറിനനുസരിച്ച്, ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ പ്രഷറിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുന്നത്. P=ρgh എന്നുള്ള ഫോർമുല വെച്ചിട്ട്. അപ്പോൾ പീസോമീറ്റർ മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറാണ്. ഇനി പീസോമീറ്ററിന്റെ കേസിൽ നമുക്ക് ഹൈ പ്രഷർ ഫ്ലൂയിഡ്സിനെ മെഷർ ചെയ്യാൻ പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, ഹൈ പ്രഷർ ഫ്ലൂയിഡ്സ് ആണെങ്കിൽ ഈ ട്യൂബിന്റെ ഹൈറ്റ് ഒരുപാട് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ഫ്ലൂയിഡ്സിനെ മെഷർ ചെയ്യാൻ അത് സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ എയർ അല്ലെങ്കിൽ ഗ്യാസിന്റെ ഒക്കെ പ്രഷർ മെഷർമെന്റിന് പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല, ഇതിലൂടെ എസ്കേപ്പ് ആയി പോകും. അതുപോലെ വാക്വം പ്രഷർ, നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യേണ്ട കേസിൽ നമുക്ക് എന്തല്ല, പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. ലൈറ്റർ ഫ്ലൂയിഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മെഷർ ചെയ്യുന്ന കേസിൽ നമുക്ക് പീസോമീറ്റർ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. നെഗറ്റീവ് പ്രഷർ ലൈറ്റർ ഫ്ലൂയിഡിന്റെ കേസിൽ എന്തായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു ഹൈറ്റ് ഡിഫറൻസ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത്രയും കേസിൽ പീസോമീറ്റർ എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഹൈ പ്രഷർ ഫ്ലൂയിഡിന്റെ കേസിൽ എയർ അല്ലെങ്കിൽ ഗ്യാസസിന്റെ പ്രഷർ മെഷർമെന്റിന്, വാക്വം പ്രഷർ, അതുപോലെ ലൈറ്റർ ഫ്ലൂയിഡ്സിന്റെ പ്രഷർ മെഷർമെന്റിന്റെ കേസിൽ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഗേജ് പ്രഷർ. ഇനി റെക്ടാങ്കുലർ പ്ലേറ്റ് 1.25 meter into 2.4 meter is immersed in a liquid of relative density 0.85 with its 1.25 meter side horizontal and just at the water surface. If the plane of the plate makes an angle of 60 degree with the horizontal, the pressure force on the side plate is. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു റെക്ടാങ്കുലർ പ്ലേറ്റ് ഉണ്ട്. റെക്ടാങ്കുലർ പ്ലേറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 1.25 into 2.4 മീറ്റർ ആണ്. 1.25 into 2.4 മീറ്റർ. ഇവിടെ ഈ റെക്ടാങ്കുലർ പ്ലേറ്റ് എങ്ങനെയാണ്, നമ്മുടെ സർഫസിന്റെ, വാട്ടർ സർഫസിന് സിക്സ്റ്റി ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ സർഫസിൽ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ പ്ലേറ്റിന്റെ ഒരു എഡ്ജ് എന്താണ്, വാട്ടർ സർഫസിന് പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ എഡ്ജിന്റെ ഡയമെൻഷൻ എത്രയാണ്, 1.25 ആണ്. 1.25 ആണ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2.4 മീറ്റർ ആയിരിക്കും. പ്ലേറ്റിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 2.4 മീറ്റർ ആയിരിക്കും. ഇതാണ് പ്ലേറ്റ്, 2.4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണ്, 60
ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് പ്ലേറ്റിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ പ്ലേറ്റിൽ ആക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ A x bar അല്ലെ, rho g A x bar, density into acceleration due to gravity into area of plate into center of gravity യിലേക്കുള്ള vertical distance, center of gravity യിലേക്കുള്ള vertical distance x bar. ഇതാണ് എന്ത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലേറ്റിന്റെ ഏരിയ 1.25 into 2.4 ആണ് പ്ലേറ്റിന്റെ ഏരിയ. അത്രയും മീറ്റർ സ്ക്വയർ ആയിരിക്കും പ്ലേറ്റിന്റെ ഏരിയ. ജി നമുക്കറിയാം, ഡെൻസിറ്റി നമുക്കറിയാം. വാട്ടർ ആയതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എത്രയായിരിക്കും? 1000 ആണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് 1000 ആണ്. ഇനി ജി 9.8 ഉണ്ട്. അവിടെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു സൈഡ് ജസ്റ്റ് അടുത്ത വാട്ടർ സർഫസ് എന്ന് പറയുന്നില്ലേ? അതെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെൻസിറ്റി 1000 എന്നെടുക്കാം. സാധാരണ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ അധികം വാട്ടർ തന്നെയാണ് ഉണ്ടാവുള്ളൂ, വാട്ടർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ വാട്ടർ സർഫസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ബാർ ആണ്. എക്സ് ബാർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യണം. ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യും. എക്സ് ബാർ എന്ന് പറയുമ്പോൾ പ്ലേറ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് വാട്ടർ സർഫസിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മളിത് ഈ പ്ലേറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2.4 ആണ് പ്ലേറ്റിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. സെന്റർ വരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 1.2 ആയിരിക്കും. 1.2 ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ട്രിഗണോമെട്രി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എക്സ് ബാർ ഈ 1.2 ഈ ലെങ്ത് ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ബാർ സൈൻ തീറ്റ സൈൻ 60. ഇവിടെ ഈ കേസിൽ സൈൻ 60 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബാർ ഡിവൈഡഡ് ബൈ പ്ലേറ്റിന്റെ ലെങ്ത് ബൈ 2 ആയിരിക്കും അല്ലെ? പ്ലേറ്റിന്റെ ലെങ്ത് ബൈ 2 ആയിരിക്കും. അപ്പോൾ എക്സ് ബാർ എത്രയായിരിക്കും? ലെങ്ത് ബൈ 2 ഇൻറ്റു സൈൻ 60, അതായത് 1.2 ഇൻറ്റു സൈൻ 60 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ 1.039 മീറ്റർ എന്ന് കിട്ടും. ഈ കേസിൽ എക്സ് ബാർ എന്തായിരിക്കും? 1.039 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബാക്കി പിന്നെ നമുക്ക് എന്താണ് നേരെ ഇക്വേഷനിൽ കൊടുക്കാം. ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി എ എക്സ് ബാർ, റോ ജി എ എക്സ് ബാർ. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 26 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻസർ 26 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യം എന്തായിരുന്നു? ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അതെ എക്സ് ബാർ ആണ്. അതായത് ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സിനാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ എ എക്സ് ബാർ അല്ലെങ്കിൽ റോ ജി എ എക്സ് ബാർ, റോ ജി എ എക്സ് ബാർ. അതായത് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സർഫസ് നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇനി സെന്റർ ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മുടെ പ്ലേറ്റിലെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് ബാർ അല്ലെങ്കിൽ എച്ച് സ്റ്റാർ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സർഫസിൽ നിന്ന് സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ആയിരിക്കും ഈ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയും. അപ്പോ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 3 കേസാണ് ഓർത്ത് വെക്കേണ്ടത്. ഹൊറിസോണ്ടൽ പൊസിഷൻ, അതായത് നമ്മുടെ പ്ലേറ്റ് വാട്ടർ സർഫസിൽ നിന്ന് പാരലൽ ആയിട്ടുള്ള പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ പ്രഷർ
ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒമേഗ എ എക്സ് ബാർ അല്ലെങ്കിൽ റോ ജി എ എക്സ് ബാർ എന്ന് പറയും. ഈ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് വാട്ടറിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ സർഫസിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. ഇനി സെന്റർ ഓഫ് പ്രഷർ, അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബാറിന് സെയിം ആയിരിക്കും. ഇനി വെർട്ടിക്കൽ പൊസിഷന്റെ കേസിൽ, അതായത് എങ്ങനെയായിരിക്കും? നമ്മുടെ പ്ലേറ്റ് സർഫസിൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ് അപ്പോഴും സെയിം തന്നെയാണ്. എല്ലാ കേസിലും ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ സെയിം ആണ്, ഒമേഗ എ എക്സ് ബാർ. അവിടെ സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ H is equal to x plus IG divided by x bar plus IG divided by a x bar. X bar എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, IG എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് പ്ലേറ്റ്. ഇനി ഇൻക്ലൈൻഡ് പ്ലേറ്റ്, അതായത് പ്ലേറ്റ് ലിക്വിഡ് സർഫസുമായിട്ട് ഒരു തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ അവിടെ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ W A x bar, സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഇക്വേഷൻ H is equal to അല്ലെങ്കിൽ HR is equal to x bar plus IG A x bar sin square theta. x bar plus IG A x bar sin square theta. ഇവിടെ ഈ ഇക്വേഷൻ ശരിക്കും ഓർത്ത് വെച്ചാൽ മതി. ഇൻക്ലൈൻഡ് പൊസിഷന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഹൊറിസോണ്ടൽ പൊസിഷൻ ആണെങ്കിൽ സൈൻ തീറ്റ 0 വരും, അപ്പോൾ H is equal to x bar എന്ന് കിട്ടും. വെർട്ടിക്കൽ പൊസിഷൻ ആണെങ്കിൽ സൈൻ തീറ്റ 90 ഡിഗ്രി വരും, അപ്പോൾ H is equal to x bar plus IG divided by a x bar എന്ന് കിട്ടും. അപ്പോൾ ഈ മൂന്ന് പൊസിഷന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റിന്റെ ആൻസർ 26 കിലോ ന്യൂട്ടൺ ആയിരിക്കും. നമുക്ക് അധികം പ്രോബ്ലം തരുമ്പോഴും നേരെ ഡെൻസിറ്റി തരാതെ ഇങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും തരുന്നത്. 0.85 അല്ലെങ്കിൽ 0.9 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളതിനെ 1000 വെച്ച് ഇൻഡ് ചെയ്തിട്ട്, അതായത് വാട്ടറിന്റെ ഡെൻസിറ്റി വെച്ച് ഇൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അങ്ങനെയായിരിക്കും അധിക ക്വസ്റ്റിനും വരുന്നത്. ഇനി അടുത്ത measurement of pressure difference between two points is generally done by using differential manometer. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ മെഷർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്റർ. വെഞ്ചറിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചറിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ. പിറ്റോ ട്യൂബ് വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിറ്റോ ട്യൂബ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഗിവൺ ബൈ. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ്. ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെ ആയിരിക്കും ആൻസർ വരുന്നത് അല്ലേ? സോറി, ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ആൻസർ എ ആണ് വരിക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് ഗേജ് പ്രഷർ. കാരണം എന്താണ്? ആബ്സല്യൂട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ പ്രഷറിന്റെ കുറച്ച് യൂണിറ്റും കൺവേർഷനും ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറിയാലോ, 1 atm ആയിരിക്കും. 1 atm എന്ന് പറയുന്നത് 1.01325 × 10⁵ പാസ്കൽ ആണ്. ഇനി 1 atm എന്ന് പറയുന്നത് 760 mm ഓഫ് Hg ആണ്. 1 atm 760 mm ഓഫ് Hg. അത്രയും ടോർ എന്നുള്ള യൂണിറ്റ് ആണെങ്കിൽ 760 ടോർ. 1 atmospheric pressure is equal to 760 ടോർ. അതുപോലെ PSI യുടെ യൂണിറ്റ് കൂടെ ഓർത്ത് വെക്കുക. 1 atmospheric pressure is equal to 14.7 PSI ആയിരിക്കും. 14.7 PSI.
ഇനി വാട്ടറിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 10.3 മീറ്റർ ഓഫ് വാട്ടറിന്റെ ഹെഡ് ആയിരിക്കും. വാട്ടർ കോളത്തിന്റെ 10.3 മീറ്റർ വാട്ടർ കോളത്തിന്റെ ഹെഡിന് ഈക്വൽ ആയിരിക്കും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന്. ഇനി